കർഷകൻ്റെ ആവശ്യങ്ങളോട് കാര്യമായി പ്രതികരിക്കേണ്ടതില്ല എന്ന തോന്നൽ. കാരണം കർഷകർ അസംഘടിതരാണ്. അവരൊരു ദിവസം സമരം നടത്തിയിട്ട് വീണ്ടും അവരുടെ ജോലിക്ക് വേണ്ടി പോയിക്കൊള്ളും. അവനെന്ന് സമരം നടത്താൻ സംവിധാനങ്ങളില്ല. അവർ അസംഘടിതരാണ് എന്നുള്ളതും സത്യമാണ്. ഒരു ദിവസം അവൻ പണിയെടുത്തില്ല എങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല എന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകൻ്റെ സമരങ്ങളെ സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ കേരള സർക്കാരായിക്കോട്ടെ, അവഗണിക്കുന്ന ഒരു സമീപനമാണ് തുടർന്നു വരുന്നത്. അതല്ല എങ്കിൽ ഇവിടെ വയനാട്ടിലെ ഈ തൊട്ടടുത്ത നാളുകളിൽ തന്നെ 3 വ്യക്തികൾ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയായിട്ടുണ്ട്. ആറളം ഫാമിൽ, വയനാടിൻ്റെ താഴ്വാരത്താണ് ആറളം ഫാം എന്ന് നമുക്കറിയാം. ആറളം ഫാമിൽ ഇതിനോടകം 14 ആദിവാസികൾ ഇപ്രകാരം കൊല്ലപ്പെട്ടു, ആനയുടെ ചവിട്ടേറ്റും കുത്തേറ്റും. അതുപോലെ തന്നെ മലയോരത്തെ കർഷകരെല്ലാവരും കൂടി കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൻ്റെ കണക്കെടുത്താൽ 30-ലധികം മനുഷ്യർ ഇപ്രകാരം കൊല്ലപ്പെട്ട ദയനീയമായ അനുഭവങ്ങളുണ്ട്. കർഷകർ ആ മരണത്തോടനുബന്ധിച്ച് സംഘടിക്കും. സർക്കാർ വന്ന് ഏതെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറയും, പക്ഷെ കാര്യങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായ ആവശ്യമെന്ന് പറയുന്നത് വനാതിർത്തിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തമായ അതിർത്തിയിൽ സുരക്ഷിത വേലികളും മതിലുകളും നിർമ്മിക്കേണ്ടതുണ്ട്. അപ്രകാരമുള്ള പ്രതിസന്ധി പരിഹാരത്തിലൂടെ മാത്രമേ ഈ കർഷകൻ്റെ ധർമ്മസങ്കടനത്തിന് ശരിയായ പരിഹാരമാവുകയുള്ളൂ. ഇപ്പോൾ ആറളം ഫാമിൽ നിരന്തരമായ ആ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഏകദേശം 10 കിലോമീറ്ററിൽ പരം ആനമതിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഭാവാത്മകമായൊരു സമീപനമാണ്. അതിന് മലയോര കർഷകർ സർക്കാരിനോട് നന്ദിയുള്ളവരുമാണ്. സമാനമായ രീതിയിൽ ഈ വനാതിർത്തിയും കൃഷിഭൂമിയും അതിരിടുന്ന സ്ഥലങ്ങളിൽ വ്യക്തമായ രീതിയിൽ വേലികളും മതിലുകളും നിർമ്മിച്ച് കാട്ടാനയുടെ കടന്നുവരവ് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗം എന്ന് പേര് വിളിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കർഷകൻ്റെ കൃഷിഭൂമിയിൽ പെറ്റുപെരുകുന്ന കാട്ടുപന്നികളുണ്ട്. അവയെ വന്യമൃഗങ്ങളുടെ പരിരക്ഷ നൽകി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും സർക്കാരിനെ സംബന്ധിച്ചില്ല. മറിച്ച് അവയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും കൃഷിഭൂമി സംരക്ഷിക്കാനുമുള്ള അവകാശം കർഷകർക്ക് വിട്ടുകൊടുക്കുക. എങ്കിൽ മാത്രമേ വന്യമൃഗങ്ങൾ എന്ന പേരിന് അർഹതയില്ലാത്ത, വനമൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കാട്ടുപന്നികളുടെ കൂട്ടങ്ങളാണ് വാസ്തവത്തിൽ ഈ കർഷകൻ്റെ കൃഷിഭൂമിയിൽ നിർബാധം നശീകരണം നടത്തുന്നു. ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിയമദൃഷ്ട്യാ ഉണ്ടാകേണ്ടതുണ്ട്.